മറ്റ് വാർത്തകൾ നോക്കാം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രി എ.സി. മൊയ്തീന്റെ വീട്ടിൽ ഇ.ഡി. പരിശോധന നീണ്ടത് 22 മണിക്കൂർ. ഇന്നലെ രാവിലെ 7:30 ആരംഭിച്ച് ഇന്ന് രാവിലെ 5:30 അവസാനിച്ചത്. പരിശോധന അജണ്ടയുടെ ഭാഗമെന്ന് എ.സി. മൊയ്തീൻ പ്രതികരിച്ചു. റെയ്ഡിനോട് പൂർണ്ണമായി സഹകരിച്ചു. ക്രമരഹിതമായ ബാങ്ക് വായ്പയ്ക്കായി വിട്ടുവീഴ്ച ചെയ്യാൻ ഇടപെട്ടുവെന്നും മൊഴിയുണ്ടെന്നാണ് ഇ.ഡി. അറിയിച്ചത്. ഭയപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യമില്ലെന്നും ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും എ.സി. മൊയ്തീൻ പറഞ്ഞു. ഇ.ഡി. നടത്തിയ പരിശോധന മുൻ മന്ത്രി എ.സി. മൊയ്തീൻ്റെ വീട്ടിൽ 22 മണിക്കൂറാണ് നടന്നത്. അതായത് ഇന്നലെ രാവിലെ 7-ന് ശേഷം ആരംഭിച്ച പരിശോധന ഇന്ന് പുലർച്ചെ 5 വരെയാണ് നീണ്ടുനിന്നത്. സുപ്രധാന രേഖകളെല്ലാം തന്നെ ഇ.ഡി. പരിശോധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല വീടിൻ്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാതരം രേഖകളും എല്ലായിടത്തും പരിശോധന നടത്തി. പുസ്തകങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഗ്രന്ഥശേഖരമുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി പേജുകൾ മറച്ചുകൊണ്ട് തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ രേഖകളോ മറ്റോ ഒന്നും തന്നെ ഇ.ഡി. കൊണ്ടുപോയിട്ടില്ല. എങ്കിലും പരിശോധന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന പൂർത്തിയാക്കി. ഇനിയൊരു ഘട്ടം പരിശോധനയുടെ സാധ്യതയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം കരുവന്നൂർ ബാങ്കിലെ 300 കോടി രൂപയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എറണാകുളത്തു നിന്നുള്ള 12-അംഗ ഇ.ഡി. സംഘം ഇവിടെ പരിശോധനയ്ക്കെത്തി. അദ്ദേഹത്തിൻ്റെ വടക്കാഞ്ചേരിയിലുള്ള വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിശോധനയ്ക്ക് ഏത് അന്വേഷണത്തോടും പൂർണ്ണമായും സഹകരിക്കും എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് മുൻ മന്ത്രി എ.സി. മൊയ്തീൻ. ഇതാണ് ഇന്നത്തെ പരിശോധനയുടെ വിഷയം. എന്താണിതിൽ ഇത്ര വലിയ പ്രശ്നം എന്നെനിക്കറിയില്ല. ഒരാളുടെ മൊഴിയുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ക്രമരഹിതമായി വായ്പ കൊടുക്കാൻ ഞാൻ മാനദണ്ഡങ്ങൾ മാറ്റാൻ വേണ്ടി പറഞ്ഞു എന്നാണ് ആക്ഷേപം. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടാണ് മറ്റേത് ചെയ്യുക. അപ്പോൾ ഇതിന് ബോധപൂർവമായ ഒരു ആസൂത്രണം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അന്വേഷണവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. ഏത് അന്വേഷണം വന്നാലും പൂർണ്ണമായി സഹകരിക്കും. അതൊന്നും സഹകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും പൂർണ്ണമായും അവരുടെ റെയ്ഡിനോട് താൻ സഹകരിച്ചിട്ടുണ്ട്. ഈ 22 മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ മൊഴി, അത് ആളെ അറിയില്ല, അയാളുടെ മൊഴി തനിക്കെതിരാണ് എന്നാണ് ഇ.ഡി. സംഘം വ്യക്തമാക്കിയത് എന്ന് ആണ് എ.സി. മൊയ്തീൻ പറയുന്നത്. എന്തായാലും ഈ പരാതിക്കാരൻ സുരേഷിനെ എറണാകുളത്തുള്ള ഇ.ഡിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമായിരുന്നു ഇവിടെ പരിശോധനകളും ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തലും നടന്നിട്ടുള്ളത്. എന്നാലും നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പിലൊന്നായിരുന്നു കരുവന്നൂർ ബാങ്കിലെ 300 കോടിയോളം രൂപയുടെ തട്ടിപ്പ്. അത് പിന്നീട് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ എറണാകുളത്തു നിന്നുള്ള ഇ.ഡി. സംഘം മുൻ മന്ത്രി എ.സി. മൊയ്തീൻ്റെ വടക്കാഞ്ചേരിയിലുള്ള മുൻ മന്ത്രി എ.സി. മൊയ്തീൻ്റെ വടക്കാഞ്ചേരിയിലുള്ള വീട്ടിലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീട്ടിലും വ്യാപകമായ പരിശോധന നടത്തിയത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാട്ടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 തൃശ്ശൂർ.